iQOO 12 വേഴ്സസ് ഡബിൾ ദ പ്രൈസിംഗ് ആയിട്ടുള്ള സാംസങ് ഗാലക്സി S23 അൾട്ര ആയിട്ടുള്ള കമ്പാരിസൺ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. സോ 1.5K ഡിസ്പ്ലേ വേഴ്സസ് 2K ഡിസ്പ്ലേ, 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നത് നമ്മുടെ iQOO 12 വേഴ്സസ് 120 ഹെർട്സ്. ബട്ട് തിങ് ഈസ് മോസ്റ്റ് നമ്മൾ UI സ്ക്രോളിംഗ് ഒന്നും 144 ഹെർട്സ് ഒപ്റ്റിമൈസ് അല്ല. ഞാൻ ജംഗ്ഷൻ ഇമ്പാക്ട് പോലത്തെ ഗെയിംസ് കളിച്ചപ്പോൾ ഒബ്വിയസ്ലി 144 ഹെർട്സ്. നെക്സ്റ്റ് നമ്മൾ പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ 3000 നിറ്റ്സ് ഓഫ് പീക്ക് റേറ്റ്സ് ആണ് നമ്മുടെ iQOO 12. ഈവൻ നമ്മുടെ S23 അൾട്ര 1750 നിറ്റ്സും ആൻഡ് ഈവൻ നമ്മുടെ iPhone 15 Pro Max 2000 നിറ്റ്സ് ഉള്ളൂ. സോ ടോപ്പ് ആണ് നമ്മുടെ iQOO 12 പീക്ക് ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ. ആൻഡ് ഇതാണ് നമ്മുടെ iQOO 12. ആൻഡ് നിങ്ങൾ മേളിൽ കണ്ടത് ഇപ്പൊ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ 120 ഹെർട്സ്, ദാറ്റ് മീൻസ് LTP കാരണം 120 ഹെർട്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ S23 അൾട്രയ്ക്ക് ഏറ്റവും കുറഞ്ഞു വന്നത് 24 ആണ് കേട്ടോ. ഇവിടെ കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ട് 1 ഹെർട്സ് വരെ വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് റിയലി കൂൾ. 120 വന്നിട്ടുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇത് 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണെങ്കിലും നമ്മുടെ UI അത് ഒപ്റ്റിമൈസ്ഡ് അല്ല. UI 120 ഹെർട്സ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ജംഗ്ഷൻ ഇമ്പാക്ട് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് 144 ഹെർട്സ് വരും. ജംഗ്ഷൻ ഇമ്പാക്ട് ഉണ്ടോ, 144 ഹെർട്സ് ജംഗ്ഷൻ ഇമ്പാക്ടിന് ഓട്ടോമാറ്റിക്കലി സപ്പോർട്ട് ആണ്. സോ സപ്പോർട്ടഡ് ആപ്സ് ആൻഡ് ഗെയിംസിനകത്ത് 144 ഹെർട്സ് വരെ നമ്മുടെ iQOO 12 പോകും. ഡിസ്പ്ലേ സെറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ ഓപ്ഷൻ്റെ എക്സ്ട്രാ ബ്രൈറ്റ്നസ് അത് ടേൺ ഡൗൺ ആണ്. ആൻഡ് ദെൻ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് അല്ല എൻഹാൻസ് ഡിസ്പ്ലേ എഫക്ട്സ് രണ്ട് ഓപ്ഷൻ. ഒന്ന് വിഷ്വൽ എൻഹാൻസ്മെന്റ്, ദാറ്റ് മീൻസ് ഒപ്റ്റിമൈസ് കുറച്ച് ഇൻക്രീസ് ദ കളറൊക്കെ ചെയ്തിട്ട് കുറച്ച് വിവിഡ് ആകാനുള്ള ഓപ്ഷൻ അത് ഞാൻ ടേൺ ഓൺ ആക്കിയിട്ടുണ്ട്. MEMC ആൻഡ് സൂപ്പർ റെസൊല്യൂഷൻ രണ്ട് ഫീച്ചേഴ്സും അത് ഞാൻ ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ സ്ക്രീൻ മോഡ് ഇതിൽ വിവിഡ് തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. അത് മാറ്റി വിവിഡ് ആക്കിയിട്ടുണ്ട്. സോ സ്ക്രീൻ കളേഴ്സ് ബൈ ഡീഫോൾട്ട് സ്റ്റാൻഡേർഡ് ആണ്. പക്ഷേ മാക്സിമം വൈബ്രന്റ് കളേഴ്സ് കിട്ടാൻ വേണ്ടി ബ്രൈറ്റ് ഇട്ടു. ആൻഡ് രണ്ട് ഞാൻ ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ആക്കിയിട്ട് പീക്ക് ബ്രൈറ്റ്നസ് ഇട്ടേക്കാണ്. ഓക്കെ. ആൻഡ് സെയിം തിങ് വീഡിയോ എൻഹാൻസർ, വീഡിയോ കളർ എൻഹാൻസർ ഓപ്ഷൻ നമ്മുടെ അഡ്വാൻസ് ഫീച്ചേഴ്സിനകത്ത്. അഡ്വാൻസ് ഫീച്ചേഴ്സ് നമുക്ക് വീഡിയോ ബ്രൈറ്റ്നസ് ഓപ്ഷൻ അത് ഞാൻ ടേൺ ഡൗൺ ആണ്. പിന്നെ സ്ക്രീൻ റെസൊല്യൂഷൻ S23 Ultra QHD+ 3088x1440 വേഴ്സസ് ഇത് 1.5K ആണ്. ദാറ്റ് മീൻസ് 2800x1260. ദാറ്റ് മീൻസ് ഇത് 1.5K വേഴ്സസ് 2K ഡിസ്പ്ലേ ആണ് കമ്പാരിസൺ. നമ്മുടെ iQOO 12 വേഴ്സസ് സാംസങ് ഗാലക്സി S23 Ultra. ആൻഡ് അറ്റ് എ ഗ്ലാൻസ് രണ്ടും ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആണ്. സ്കൈ ടോൺസ് കുറച്ചും അടിപൊളിയായിട്ടാണ് S23 Ultra ആ ഒരു കളേഴ്സ് ഒക്കെ വന്നേക്കണം. ആൻഡ് ഇവിടെ നോക്കിയാൽ ഈ ഗ്രീൻ കളർ ഉണ്ടല്ലോ കുറച്ചും കൂടെ സാച്ചുറേറ്റഡ് ആയിട്ട് വന്നേക്കണം iQOO 12 ഈ രണ്ട് ഏരിയാസ് നോക്കിയാൽ. ആൻഡ് ഇൻ ദിസ് സിനാരിയോ ഓൾമോസ്റ്റ് സെയിം ആണ്. ഡീറ്റെയിൽ നോക്കാൻ ഇവിടെ ഇച്ചിരി ആ ഒരു ഗ്രീൻ കളറിന് കുറച്ചും കൂടെ ഷാർപ്നെസ് ഉണ്ട് iQOO 12. ആൻഡ് ഈ ഒരു ഏരിയാസിലും ഇവിടെ കുറച്ച് ഷാർപ്നെസ് ഉണ്ട് നോക്കിയാൽ. ആൻഡ് സ്കൈ ടോൺസ് എനിക്ക് ചില ഏരിയാസിൽ S23 Ultra കുറച്ചും കൂടെ ലൈറ്റ് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് സെയിം. നെക്സ്റ്റ് നമ്മുടെ സ്പീക്കർ ടെസ്റ്റ് ആണ്. സോ നമുക്ക് മ്യൂസിക് പ്ലേ ബാക്ക് ചെയ്യാം. ആൻഡ് നമ്മുടെ iQOO 12 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓഡിയോ സൂപ്പർ റെസൊല്യൂഷൻ എന്ന ഫീച്ചറും അതേപോലെ സൂപ്പർ ഓഡിയോ എന്നുള്ള ഫീച്ചറും ടേൺ ഡൗൺ ആണ് നമ്മുടെ iQOO 12. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ഗാലക്സി S23 Ultra. സോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ആ ഓഡിയോയുടെ ക്വാളിറ്റി ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് S23 Ultra ആണ്. ബട്ട് ഫോർ ദാറ്റ് പ്രൈസിങ് ഓൾമോസ്റ്റ് സെയിം ടു സെയിം, അപ്രോക്സിമേറ്റ്ലി ഒരു 3 to 5% ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അതും ആ ഓഡിയോയുടെ ക്വാളിറ്റി അങ്ങനത്തെ എലമെന്റ്സ് ആണ്. പിന്നെ ഡോൾബി അറ്റ്മോസ് ഓൺ ആണ് ഇതിനകത്ത്. സോ ദാറ്റ്സ് എ ലൈറ്റ് വിൻ ഫോർ ദ S23 Ultra. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 8 Gen 2 14 lakh വേഴ്സസ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 2 million. ദാറ്റ് മീൻസ് 20 lakh ആണ് നമുക്ക് സ്കോർസ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഇഫ് യു ടേക്ക് എ ക്ലോസർ ലുക്ക് നമുക്ക് CPU നോക്കുവാണെങ്കിൽ 4,37,000 ആണ് iQOO 12 വേഴ്സസ് 3,59,000 ആണ് S23 Ultra. ആൻഡ് GPUവിൽ നല്ലൊരു ഇംപ്രൂവ്മെന്റ് 8,75,000 വിത്ത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആൻഡ് 5,25,000 ആണ് S23 Ultra വിത്ത് സ്നാപ്ഡ്രാഗൺ 8. BGMI-ക്കകത്ത് 144 ഹെർട്സ് കാണിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഇഫ് യു ലുക്ക് നമുക്ക് ഇവിടെയാണ് അൾട്രാ ഗെയിം മോഡിന്റെ ഒരു ടാബാണ്. നമുക്ക് ഈ മോൺസ്റ്റർ മോഡ് ആക്കി കഴിഞ്ഞാൽ മാക്സിമം പെർഫോമൻസ് കിട്ടും. പിന്നെ ഗെയിം സൂപ്പർ റെസൊല്യൂഷൻ മീൻസ് നമ്മുടെ നോർമൽ ഗെയിംസ് ആണെങ്കിൽ തന്നെ ഈവൻ എൻഹാൻസ് ചെയ്യേണ്ട ഓപ്ഷനാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ആൻഡ് ദെൻ ബാക്ക്ഗ്രൗണ്ട് കോൾസിന് അഡ്ജസ്റ്റ്മെന്റ്, നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് ചെയ്യാനുള്ള റിജക്ട് കോൾസ്, പിന്നെ മോഷൻ കൺട്രോൾ. ദാറ്റ് മീൻസ് നമുക്ക് ഇത് ഞാൻ ടേൺ ഓൺ ചെയ്തു. എന്നിട്ട് ടിൽറ്റ് ലെഫ്റ്റ് ഞാൻ ഇവിടെ ഞെക്കിയിട്ട് ഈ ഒരു ബട്ടൺ ഉണ്ടോ ഞാൻ ലെഫ്റ്റിലത്തെ ഷൂട്ട് അല്ലെങ്കിൽ റൈറ്റിലത്തെ ഷൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ അസൈൻ ചെയ്തത് മീൻസ് ഇവിടെയാണ് ഷൂട്ട് ബട്ടൺ വരുന്നത്. അവിടെ കൊടുത്തിട്ട് നെക്സ്റ്റ് എനിക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ടിൽറ്റ് ലെഫ്റ്റ് ഇട്ട് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബട്ടൺ അസൈൻ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ വർക്ക് ആവും. സോ അങ്ങനത്തെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് ലെറ്റ് സി
കൺട്രോൾ സെറ്റിംഗ്സിനകത്ത് അവിടെ പിന്നെയും കുറച്ച് സൂപ്പർ ടച്ചിന്റെ കൺട്രോൾ അഡ്ജസ്റ്റ്മെന്റ് വേറെ ഉണ്ട്. ആൻഡ് ദെൻ ഡൺ. ആൻഡ് ദെൻ നമുക്ക് വന്ന് സ്ക്രീൻഷോട്ട്സിന്റെ ഓപ്ഷൻ, റെക്കോർഡ് സ്ക്രീൻ, ആൻഡ് ദെൻ ഗെയിം ഫ്രെയിം റേറ്റ്. ഇത് ഓഫ് ആക്കാം, ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കി നോക്കാം കേട്ടോ. ഓഫ് ആക്കുമ്പോൾ നേരെ കുറേ ഉണ്ട്. ആൻഡ് ഗെയിം ഫ്രെയിം ബൂസ്റ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് 144 Hz നമുക്കവിടെ അവൈലബിൾ ആയിരിക്കും. BGMI ഗ്രാഫിക്സ് ആൻഡ് ഓഡിയോ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്മൂത്ത് 90 FPS നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. സ്മൂത്ത് 90 FPS കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ നമുക്ക് ബാലൻസ്ഡ് എക്സ്ട്രീം വരെ HDക്കകത്ത് എക്സ്ട്രീം വരെ കിട്ടുന്നുണ്ട്. HDR എക്സ്ട്രീം, അൾട്രാ HD വരെ കിട്ടുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി ഫ്രെയിം റേറ്റ് അൾട്രാ ആണ് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ. ആൻഡ് എക്സ്ട്രീം HDR കമ്മിങ് സൂൺ ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി ആണ്. സോ ജസ്റ്റ് സെറ്റിംഗ്സ്, ഓഡിയോ ഗ്രാഫിക്സ്, ആൻഡ് നമുക്ക് ലോയിൽ മാക്സിമം അൾട്രാ വരെ കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ നമുക്ക് വെരി ഹൈ ഇട്ട് കഴിഞ്ഞാൽ മാക്സ് വരെ കിട്ടുന്നുള്ളൂ. ആൻഡ് അറ്റ് ലാസ്റ്റ് മാക്സ് കിട്ടുന്നില്ല. സോ ഞാൻ ഗ്രാഫിക് ക്വാളിറ്റി ലോയിലും, ദറ്റ് മീൻസ് ഫ്രെയിം റേറ്റ് അൾട്രയിലും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിക്സ് വെരി ഹൈയിലും മാക്സിലോട്ട് കളിക്കാം. ഫ്രെയിം റേറ്റ് മാക്സിലും, ഗ്രാഫിക് ക്വാളിറ്റി വെരി ഹൈ. സോ ലെറ്റ് മീ ഓക്കെ. ഓക്കെ, ജസ്റ്റ് കുറച്ചും കത്തിക്കാം നമുക്ക്. നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ IQ12 സോ റാപ്പിഡ് ടച്ച് അറ്റൻഡ് ചെയ്യാം. 3 2 1 ഗോ. പെർഫെക്റ്റ്. വൺസ് അഗൈൻ 3 2 1 ഗോ. പെർഫെക്റ്റ്. വൺസ് അഗൈൻ 3 2 1 ഗോ. ഓക്കെ, പെർഫെക്റ്റ് ആണ്. ആൻഡ് നമ്മുടെ സാംസങ് ഗാലക്സി S23 അൾട്ര, ഇതിന് അൾട്രാസൗണ്ട്, ദാറ്റ് മീൻസ് 3D റെക്കഗ്നിഷൻ വേഴ്സസ് നമ്മുടെ IQ12 2D ആണ്. സോ S23 അൾട്ര ഇൻ 3 2 1 ഗോ. പെർഫെക്റ്റ്. S23 അൾട്ര ഇൻ 3 2 1 ഗോ. പെർഫെക്റ്റ്. S23 അൾട്ര ഇൻ 3 2 1 ഗോ. പെർഫെക്റ്റ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ. സോ ലോക്ക്ഡ് ആണ്, unlocked, once again locked ആണ്, unlocked, once again locked ആണ്, unlocked. S23 Ultra locked ആണ്, unlocked, locked ആണ്, unlocked. ആൻഡ് ആക്ച്വലി കുറച്ചും കൂടെ ലൈറ്റ് ഫാസ്റ്റ് അൽഗോരിതം ഫേസ് റെക്കഗ്നിഷൻ ഉള്ളത് നമ്മുടെ IQ12 ആണ്. ഫിംഗർ പ്രിന്റ് സ്കാനർ വാസ് സെയിം ടു സെയിം, ബട്ട് 3D റെക്കഗ്നിഷൻ ഉള്ള കാരണം ഒരു സ്ലൈറ്റ് വിൻ S23 അൾട്രയ്ക്കാണ്. ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ ലൈറ്റ് വിൻ IQ12 ആണ്. FunTouchOS 14 വേഴ്സസ് One UI 6 ആണ്. രണ്ടും ബേസ്ഡ് ഓൺ Android 14 ആണ്. ആൻഡ് നല്ല ഫീച്ചർ റിച്ച് ആയിട്ടുള്ള UI ആണ് നമ്മുടെ FunTouchOS വരുന്നത്. ആൻഡ് ദെൻ നേരത്തെ നമുക്ക് കോൾ റെക്കോർഡിംഗ് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഗൂഗിൾ ഡയലർ ആണ്, ഇപ്പോൾ മാറ്റി വിവോ ഡയലർ തന്നെ ഒരു ഡീഫോൾട്ട് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ കോൾ റെക്കോർഡിംഗ് വിത്തൗട്ട് അനൗൺസ്മെന്റ് പോസിബിൾ ആണ്. ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ സ്മാർട്ട് സൈഡ് ബാർ, ജസ്റ്റർ ഫീച്ചേഴ്സ്, അങ്ങനെ ടൺസ് ഓഫ് ഫീച്ചേഴ്സ്. നെക്സ്റ്റ് വെച്ചാൽ ബ്ലോട്ട്വെയർസ് ഒന്നുമില്ല. സോ യൂഷ്വലി എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കാണണം, പക്ഷേ അതിനകത്ത് ബ്ലോട്ട്വെയർസ് ഒന്നും പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വന്നില്ല, വിച്ച് ഇസ് റിയലി ഗുഡ് തിങ്. ആൻഡ് ഈ ഒരു പ്രൈസിംഗ് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഹാൻഡ് യൂസേജ് ഒപ്റ്റിമൈസ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ One UI തന്നെയാണ്. അത്ര വൺ ഹാൻഡ് യൂസ് അത്ര ഒപ്റ്റിമൈസ് ആയി, ബട്ട് സ്റ്റിൽ ദേ മാനേജ് ടു. നമ്മുടെ IQ12 3 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും 4 years ഓഫ് സെക്യൂരിറ്റി പാച്ചസ് വേഴ്സസ് സാംസങ് ഗാലക്സി S23 Ultra 4 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ആൻഡ് 5 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും. നമ്മുടെ ബാറ്ററി ചാർജ് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി 2 പേർക്ക് വരുന്നത്. ഇവിടെ ബോക്സിൽ തന്നെ 120 watt അഡാപ്റ്റർ വരുന്നുണ്ട്. നമുക്ക് S23 Ultra നോക്കുകയാണെങ്കിൽ 45 watt അഡാപ്റ്റർ എക്സ്ട്രാ നമ്മൾ മേടിക്കുന്നത്, വിച്ച് കോസ്റ്റ് അറൗണ്ട് 3000 rupees. That's it for today. Signing off. It's for Mania.